നിരന്തരമായിട്ട് നമ്മളെ ഹാം ചെയ്യുന്ന, നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നമ്മളെ രോഗിയാക്കുന്ന, യാതൊരു റെസ്പെക്റ്റും തരാത്ത, അമിതമായി ഈഗോ വെച്ച് പുലർത്തുന്ന, വളരെ നെഗറ്റീവായിട്ട് എപ്പോഴും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന, വളരെ ഡിസോണസ്റ്റായിട്ടുള്ള, കള്ളം പറയുന്ന, ഒരുപാട് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, നമ്മളെ എപ്പോഴും ബ്ലെയിം ചെയ്യുന്ന, നമ്മളെ ഇപ്പോൾ ഒരു ഇമോഷണൽ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒത്തിരി ആൾക്കാർ നമുക്കൊക്കെ ചുറ്റും ജീവിക്കുന്നുണ്ട്. നമ്മളവരെയാണ് ഈ ടോക്സിക് പീപ്പിൾ എന്ന് പറയുന്നത്. അത്തരം ആൾക്കാരോട് ജീവിക്കുന്ന ആൾക്കാരെല്ലാം രോഗികളായി പോവുകയും അവർ വീണു പോവുകയും അവർ സിക്കായി പോവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാരുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രയാസമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയേ വേണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് അത്തരം സാഹചര്യങ്ങളെ കുറേ കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും അടുത്ത തലമുറയെങ്കിലും അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ വരാതിരിക്കാം, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ കമൻസൊക്കെ എഴുതുമ്പോൾ ഈ ഇംഗ്ലീഷിൽ മലയാളം എഴുതി വെച്ചാലൊക്കെ വായിക്കാൻ വലിയ പ്രയാസമാണ്. ഒന്നിൽ ഇംഗ്ലീഷിൽ എഴുതുക, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുക. നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് മലയാളത്തിലൊക്കെ എഴുതാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാമെങ്കിൽ അത് വായിച്ച് അതിനൊക്കെ മറുപടി അയക്കാനൊക്കെ എനിക്കും വളരെ എളുപ്പമായിരിക്കും. ഞാൻ ഈ രംഗത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇടപെടുന്ന ഒരാളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് പഠിക്കാനും ഇത്തരം കാര്യങ്ങളിലൊക്കെ കഴിയുന്നത്ര ഹെൽപ്പ് സമൂഹത്തിൽ ചെയ്യാനും ഒക്കെ ശ്രമിക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പൊക്കെ എടുക്കാനായിട്ട് സൈക്കോളജിസ്റ്റുകളുടെയും തെറാപ്പിസ്റ്റുകളുടെയും ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് എടുക്കാം. അതിനൊന്നും ഒരു മടിയും കാണിക്കരുത്. കാരണം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സ്വാഭാവികമാണ്, കോമണാണ്. ഇപ്പോൾ ദുരഭിമാനമൊക്കെ വെച്ചുകൊണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകാതിരിക്കുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പല ആൾക്കാരും ഒരു ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോവുകയോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുകയോ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്തരം ആൾക്കാരെയൊക്കെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതിരുന്നിട്ട് അവരെ വളരെ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് അവർ ടോക്സിക് ആണെന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു അവയർനെസ്സിന് വേണ്ടി ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ അവയർനെസ് സൃഷ്ടിക്കാനായിട്ട് ധാരാളം പാരൻറ്റിങ് പ്രോഗ്രാമുകളും ട്രെയിനിങ് പ്രോഗ്രാമുകളും കൗൺസിലിംഗ് പ്രോഗ്രാമുകളും ഒക്കെ ലോകത്ത് വ്യാപൃതമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കേൾക്കാം. നമ്മുടെ സമൂഹത്തിൽ മാനിപ്പുലേറ്റീവായിട്ടുള്ള, എക്സ്പ്ലോയിറ്റേറ്റീവായിട്ടുള്ള, നമുക്കൊക്കെ ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് പെയിനും തരുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. വീട്ടിൽ മാത്രമല്ല, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ട്, നമ്മളുടെ ഭരണാധികാരികളുടെ ഇടയിലുണ്ട്, പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിലൊക്കെ ഇരിക്കുന്നവരുടെ ഇടയിലുണ്ട്. ഇതെല്ലാ സ്ഥലത്തും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ഇട്ടു. അതിൽ ഭയങ്കരമായിട്ട് റെസ്പോൺസ് വന്നു. പക്ഷേ ആ വീഡിയോയുടെ പ്രധാനമായ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അടുത്ത തലമുറയിൽ നമുക്ക് എങ്ങനെ ഇത്തരം കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സമൂഹത്തിൽ നമുക്ക് നാളെ നേരിടേണ്ട അവസ്ഥ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് തന്നെ അത്തരം സാഹചര്യങ്ങളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടികൾ, ചെറിയ പ്രായത്തിലെ കുട്ടികളിലൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻറിച്ച്മെൻ്റൊക്കെ കൊണ്ടുവന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് സമൂഹത്തിലുണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആരും ടോക്സിക്കായിട്ട് ജനിക്കുന്നില്ല. ഈ ടോക്സിക് ആകുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും ചുറ്റുപാടുകൾ കൊണ്ടും സിറ്റുവേഷൻ കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇതിനകത്ത് മെൻ്റൽ ഡിസോർഡറുമായിട്ട് ഇതിന് കണക്ഷനുള്ള ടോക്സിക് നേച്ചറുണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധമുള്ള ടോക്സിക് നേച്ചറുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും അല്ലാതെയും ടോക്സിക്കായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാവരും തന്നെ മാനസിക രോഗങ്ങളുള്ളവരല്ല. എന്നാൽ മാനസിക രോഗങ്ങളുള്ളവരിലും ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ രംഗത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കൊണ്ടും കിട്ടുന്ന അറിവുകളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ രംഗത്തുള്ള പ്രൊഫഷണൽസുമായിട്ടൊക്കെ നിങ്ങൾ കൂടുതൽ ബന്ധപ്പെടുക, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക.
അപ്പോൾ ഞാനിതിൻ്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത്തരം കാര്യങ്ങൾ ഞാൻ നിരന്തരമായിട്ട് ഇടപെടുകയും സമൂഹത്തിലൊക്കെ അത്തരം കാര്യങ്ങളുമായിട്ട് എപ്പോഴും പിന്നെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ലോകത്തോട് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ വളരെ കോമ്പീറ്റൻ്റായിട്ട് സംസാരിക്കാൻ കഴിയുന്ന സൈക്കാട്രിസ്റ്റുകളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും തെറാപ്പിസ്റ്റുകളും ഒക്കെ കുറച്ചുകൂടെ ഈ ഈ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് അവരുടെയൊക്കെ ഹെൽപ്പ് സ്വീകരിക്കണം. ഞാൻ പറഞ്ഞ അത്തരം ഹെൽപ്പുകളൊക്കെ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അത്തരം എക്സ്പീരിയൻസുകളിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ള പേരൻറ്റിങ് കിട്ടിയ ആൾക്കാരിൽ ഇത്തരം നേച്ചർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലതൊക്കെ ലേൺഡ് ഹാബിറ്റ്സ് ആണ്. നമ്മൾ ഇപ്പം തന്നെ ചെറിയ പ്രായത്തിലൊക്കെ ഒരാളെ അടിക്കുകയോ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ഷെയിം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെ എന്തോ വലിയ സംഭവമാണെന്നൊക്കെയുള്ള രീതിയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. പലപ്പോഴും ഇത്തരം ഹാബിറ്റുകളൊക്കെ ലേൺ ചെയ്തു വരുന്നതാണ്. ചില വീടുകളിൽ പെൺകുട്ടികളെ ഒക്കെ വളരെ താഴ്ന്ന നിലയിൽ കാണുന്നു, ആൺകുട്ടികളെയൊക്കെ ഭയങ്കര എന്തോ വലിയ ആൾക്കാരായിട്ട് കാണുന്നു. സ്വാഭാവികമായിട്ടും ആ എൻവയോൺമെൻറ്റിലൊക്കെ വളർന്നു വരുന്ന കുട്ടികൾ അത്തരം ഹാബിറ്റുകൾ അതൊരു നോർമലായിട്ട് അവർ കണ്ട് വളരും. ഇപ്പം എനിക്കറിയാം, ഈ ബംഗാളിലൊക്കെ ഞാൻ കുറേ കാലമൊക്കെ ബംഗാളിൽ ഒക്കെ ജോലി ചെയ്യുകയും യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് പലപ്പോഴും താഴെയാണ് ആഹാരം കൊടുക്കുന്നത്, ആൺകുട്ടികളെയെല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലിരുത്തി ആഹാരം കൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിലെ വളർത്തുമ്പോൾ അവർ അത്തരത്തിലുള്ള ഭയങ്കരമായ ചില ഡിസ്ക്രിമിനേഷൻസൊക്കെ അവർക്ക് നോർമലായിട്ട് തന്നെ തോന്നുന്നു എന്നുള്ളതാണ്. പിന്നെ ചിലരുടെയൊക്കെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സുമായി ബന്ധപ്പെട്ടതാണ്. വ്യക്തിത്വപരമായ വൈകല്യങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഡിസോർഡറുകൾ, അമിതമായ ദേഷ്യം, എടുത്തെറിയുക, ഇങ്ങനെയൊക്കെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം നേച്ചറുകൾ ഉണ്ടാകാറുണ്ട്. ചിലത് സർക്കംസ്റ്റാൻസസ് ആണ്, ചില സാഹചര്യങ്ങൾ അവരെ അങ്ങനെയൊക്കെ ആക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ കുട്ടികളിൽ അടുത്ത തലമുറയിലെങ്കിലും വരാതിരിക്കാനായിട്ട് പ്രധാനമായിട്ടും ശ്രമിക്കാം. ഞാനിപ്പോൾ വിദേശ രാജ്യത്തുള്ള 2 പേർ, അവർ വിവാഹ ജീവിതത്തിൽ അവർ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടിട്ട് അവർ ഡിവോഴ്സ് ആകുന്ന ഒരു രംഗം അവർ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഞാൻ കണ്ടത്. ആ ഡിവോഴ്സ് ആകുന്നത് അവരൊരു ഡിന്നർ കഴിച്ചാണ് പിരിയുന്നത്. അപ്പം അത്ര കണ്ട് ഡീസൻ്റായിട്ടാണ് അവർ വേർപിരിയുന്നത് പോലും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാളെ കൊന്നിട്ട് പോവുക, അല്ലെങ്കിൽ ആക്രമിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ ആ ആളിനെ നിരന്തരമായിട്ട് പിന്തുടർന്ന് ആക്ഷേപിക്കുക, വയലൻസ് കാണിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ, അത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ ഇന്നേ ശ്രമിക്കണം. നമ്മൾ അങ്ങനെയുള്ള കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാനായിട്ട് നമ്മളെല്ലാവരും വലിയ രീതിയിൽ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഏർലി എൻവയോൺമെൻറ്റ് ഒരു വലിയ ഫാക്ടറാണ്. കുഞ്ഞുങ്ങൾ വളരുമ്പോൾ തന്നെ അവരുടെ ചെറിയ പ്രായത്തിലെ അവരെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ചില ട്രോമ അഡ്വേഴ്സിറ്റീസിലൊക്കെ കടന്നു പോകുന്ന ആൾക്കാരിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചില പിന്നെ ഹാംഫുള്ളായിട്ടുള്ള ബിഹേവിയറൊക്കെ നമ്മൾ തന്നെ റീഇൻഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് ഈ പിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യവും വാശിയൊക്കെ കാണിക്കുമ്പോൾ കാര്യം സാധിച്ച് കിട്ടുക, പിന്നെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ കാര്യം സാധിച്ച് കിട്ടുക, ഇങ്ങനെയൊക്കെ വാലിഡേഷൻ കിട്ടി വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നേരെ മറിച്ച് അത്തരം കാര്യങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യാനായിട്ട് പേരൻറ്റിങ്ങിൽ നല്ലൊരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം ആൾക്കാരൊക്കെ വളർന്നു വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതുപോലെ ഈ പുവറായിട്ടുള്ള ഇമോഷണൽ റെഗുലേഷനുള്ള ആൾക്കാർ, വൈകാരികമായൊരു പക്വതയില്ലാതെ, വൈകാരികമായ എങ്ങനെ എവിടെ എപ്പോൾ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ പക്വതയില്ലാതെ വളരുന്ന കുട്ടികൾ, അപ്പോൾ അവരുടെയൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് ബെറ്റർ ആക്കാനായിട്ട് നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ചെറിയ പ്രായത്തിലെ കുട്ടികൾ കരയേണ്ടിടത്ത് കരയുക, ചിരിക്കേണ്ടിടത്ത് ചിരിക്കുക, ഓരോ ഇമോഷൻസും കറക്റ്റാണോ, അവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഈ കാര്യത്തിലൊക്കെ കൂടുതൽ നമ്മൾ പിന്നെ ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും സ്കൂളിങ്ങിനും ഇതിനകത്ത് വലിയൊരു റോളുണ്ട്. കാരണം സ്കൂളിങ്ങിലും കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ, കുട്ടികളുടെ ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ, കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഓർഗനൈസ് ചെയ്യുന്നതിലൊക്കെ സ്കൂളിങ്ങിന് വലിയൊരു റോളുണ്ട്. പക്ഷേ ഇതൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ, അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഇത്തരം ആൾക്കാരൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ ഈ സോഷ്യോ കൾച്ചറൽ ഇൻഫ്ലുവൻസാണ്. നമ്മുടെ സമൂഹത്തിലൊക്കെ പൊതുവെ നമ്മൾ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യത്തില്ല, ചെറിയവരെ റെസ്പെക്റ്റ് ചെയ്യത്തില്ല, കുറഞ്ഞവരെ റെസ്പെക്റ്റ് ചെയ്യത്തില്ല,
ജാതിമത വ്യത്യാസങ്ങൾ വെച്ചിട്ട് റെസ്പെക്റ്റ് ഇല്ലാതിരിക്കുക, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, പ്രായമുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള സൊസൈറ്റികളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഒരു 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 കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ തന്നെ ഉണ്ടാവത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കൾച്ചർ തന്നെ പൂറായതുകൊണ്ട് തന്നെ അവർ വളരെ മോശമായിട്ടായിരിക്കും അത്തരം ആൾക്കാരോടൊക്കെ ഇടപെടുന്നത്. അപ്പോൾ കൾച്ചറിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ വല്ലപ്പോഴും കാണിക്കുന്ന ആൾക്കാരുമുണ്ട്, നിരന്തരമായിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട്. വല്ലപ്പോഴും ഇച്ചിരി പിന്നെ ടോക്സിക്കായിട്ടുള്ള നേച്ചറൊക്കെ എല്ലാവരും കാണിക്കും. കാരണം ഒരു പ്രത്യേകമായൊരു സമ്മർദ്ദത്തിലോ പ്രത്യേകമായൊരു സാഹചര്യത്തിലോ ഒക്കെ പലരും പൊട്ടിത്തെറിച്ച് പോവുകയും പലരും വളരെ മോശമായിട്ട് ഇടപെടുക, അതൊക്കെ ഒക്കേഷണലായിട്ടുള്ളതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ മനുഷ്യരുടെ ഇടയിലുള്ളതാണ്. അതിനെയൊക്കെ നമ്മൾ ഒരുപാടങ്ങ് പിന്നെ എക്സാജറേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പക്ഷേ ഇത് കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇനി ഒരാൾ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളിന് അതിനെ മാനേജ് ചെയ്യാൻ അറിയാമെങ്കിൽ ചിലപ്പോൾ ആൾ രക്ഷപ്പെട്ട് പോയെന്നിരിക്കും. ഇപ്പോൾ തന്നെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഡിവോഴ്സായ ആൾക്കാർ, പക്ഷേ ആ ആൾ വേറൊരാളെ വിവാഹം കഴിച്ച് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ടാമത് വിവാഹം കഴിച്ച ആൾ ഒരുപക്ഷെ നേരത്തെ പോലെ തന്നെ വളരെ അസർട്ടീവായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള പ്രിക്കോഷനൊക്കെ നേരത്തെ, അല്ലെ അതിനുള്ള കണ്ടീഷൻസും അതിനുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുറപ്പിച്ചായിരിക്കും അവർ ജീവിതത്തിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ പിന്നെ ചേരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് പിന്നീട് വേറെ ആരുമായിട്ടും ചേരാൻ പറ്റില്ല എന്നൊന്നും നിയമമില്ല, അല്ലെ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാരുടെ കൂടെ ചില ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ വാസ്തവമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്? ഇതിനെ അൺലേൺ ചെയ്യാൻ പറ്റും, ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് വേണ്ടത് ഒരു സെൽഫ് അവെയർനെസ്സാണ്. പ്രായമായവരുടെ കാര്യത്തിൽ നമുക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ടായാലും, അപ്പോൾ സെൽഫ് അവെയർനെസ് ഉണ്ടാകണമെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ പൊതുവേ ഇങ്ങനെയുള്ള ആൾക്കാരെ അങ്ങ് അമിതമായിട്ട് അങ്ങ് വളരാൻ നമ്മൾ അനുവദിക്കും. എല്ലാവരും അങ്ങ് സൂചിപ്പിച്ച് ഇവരെ കൊണ്ട് ധാരാളം, ഇവരിച്ചിരി ഗ്രാൻഡിയോസിറ്റിയൊക്കെ കൂടുതലുള്ളവരായിരിക്കും, ഈഗോ ഒക്കെ കൂടുതലുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ പതപ്പിച്ച് ഇവരെ കൊണ്ടെല്ലാം സാധിച്ച് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വളരെ ടോക്സിക്കായിട്ട് നേച്ചറുള്ള ഒരാളാണ്, പക്ഷേ അദ്ദേഹത്തിനെ സൂചിപ്പിച്ച് അദ്ദേഹത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എക്സ്പ്ലോയിറ്റേറ്ററിനെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ട്. അപ്പോൾ നേരെ മറിച്ച് നല്ല ഫ്രണ്ട്സുണ്ട്, ഇത് ശരിയല്ല, ഇങ്ങനെയല്ല കാര്യങ്ങൾ, ഇങ്ങനെയല്ല പോകേണ്ടത് എന്നൊക്കെ ശക്തമായിട്ട് പറയാൻ, ഇൻ്റർഫിയർ ചെയ്യാൻ, ഇടപെടാൻ ഒക്കെ മതങ്ങൾക്ക് ഇടപെടാം, സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്ക് ഇടപെടാം, സുഹൃത്തുക്കൾക്ക് ഇടപെടാം, ബന്ധുക്കളുടെ ഇടയിൽ തന്നെ കുറച്ചുകൂടെ ക്ലൗട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇടപെടാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അവർക്ക് തിരിച്ചറിയാനൊരു അവസരം കിട്ടും, ഒരു സെൽഫ് അവെയർനെസ്സിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. നേരിട്ട് അവരങ്ങ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അവർ മാറി നിൽക്കുമ്പോൾ അവർ ചിന്തിക്കും, എല്ലാവരും ഇങ്ങനെ പറയുന്നെങ്കിൽ സംതിങ് ഈസ് റോങ് വിത്ത് മീ എന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം കിട്ടും. അതുപോലെ നമ്മളവർക്ക് നല്ല തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് സമാധാനമായിട്ടിരുന്ന് അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മളെല്ലാം അങ്ങ് സഹിക്കുകയും മറ്റുമല്ല. നമുക്ക് നോർമലായിട്ടിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടല്ലേ, എനിക്കിത് സഹിക്കാൻ പറ്റാത്തതാണ്, ഇങ്ങനെ എനിക്കധികം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് അവരോട് പറയാനായിട്ട് ശ്രമിക്കണം. തെറാപ്പികൾ ഈ കാര്യത്തിൽ ഒത്തിരി ഉപയോഗിക്കാൻ പറ്റും. പല പല തെറാപ്പികളും അവരുടെ ഇത്തരം സ്വഭാവങ്ങളെ മാറ്റാൻ പറ്റും. ചിലപ്പോൾ സൈക്കാട്രിക് മെഡിസിൻസ് അവരുടെ ചില സിംറ്റത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ്, ഇത്തരം ആൾക്കാർ കുറേ കൂടെ ഫെലോഷിപ്പിലേക്കും കൂടുതൽ സൗഹാർദ്ദപരമായ സാഹചര്യങ്ങളിലേക്കും കളികളിലേക്കും സാംസ്കാരിക പ്രവർത്തനത്തിലേക്കും ഒക്കെ പോയാൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചെന്നിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ശക്തമായിട്ടൊരു വില്ലിങ്നെസ് ഉണ്ട്, ഐ വാണ്ടഡ് ടു കം ഔട്ട് ഓഫ് ദിസ് എന്നൊരു ശക്തമായ ഒരു വില്ലിങ്നെസ് ഉണ്ട്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കേണ്ട ഒരു ആവശ്യം നിർബന്ധമായി കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം ആൾക്കാർ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കുന്നില്ല. അവർ വളരെ മോശപ്പെട്ട ബിഹേവിയറുകൾ കാണിക്കുകയും അതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും അവർ നേരിടാൻ തയ്യാറാകുകയും ചെയ്യുന്നില്ല. പക്ഷേ കോൺസിക്വൻസസ് അവർ തന്നെ നേരിടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ
റെസ്പോൺസിബിളായിട്ട് അവർ ബിഹേവ് ചെയ്യാനുള്ള സാധ്യതകളും വളരെ കൂടും. അതൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആ രീതിയിൽ ഇപ്പോൾ വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളിനെ കുറച്ച് സ്ട്രാറ്റജിക്കലായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്താലേ നമുക്ക് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യത്തിലൊക്കെ ഉള്ള അഡൽട്സ് ഉള്ള വീടുകളിൽ അല്ലെ പേരൻസൊക്കെ ഇത്തരം രീതികൾ അവലംബിക്കുന്നവരാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്ത തലമുറയെങ്കിലും നമുക്ക് എങ്ങനെ രക്ഷിക്കാം, ഇതെങ്ങനെ നമ്മുടെ ആ ഒരു ജനറ്റിക് ജേണിയിൽ നിന്ന് റിവേഴ്സ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ടത്. നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ ഇത്തരം ആൾക്കാരുടെ മക്കൾക്ക് തന്നെ ചില ആൾക്കാർ അങ്ങനെ ആയിത്തീരുകയും ചില ആൾക്കാർ അതിൽ നിന്ന് വളരെയധികം വിഭിന്നമായിട്ട് വളരെ പോസിറ്റീവ് ആൾക്കാരായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ ആരുമില്ല. മാത്രമല്ല അത്തരം ആൾക്കാർ ഇനിയും കൂടുതലായിട്ട് ഈ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ഒരുപാട് പേരൊക്കെ ഇത് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഒത്തിരി പേര് ഇത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങളെ അമിതമായി പ്രഷർ ചെയ്യുക, കുഞ്ഞുങ്ങളെ അമിതമായി എക്സ്പെക്റ്റേഷൻ കൊണ്ട് അവരെ പ്രശ്നത്തിലാക്കുക, പെർഫെക്റ്റ് ആക്കാൻ നോക്കുക, കഠിനമായി അവരെ ഹാൻഡിൽ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം കുട്ടികളെ കൂടുതലായിട്ട് സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ പെർഫെക്ഷനിസം കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ അവരെ ഭയങ്കരമായിട്ട് ഓവർ എക്സ്പെക്റ്റ് ചെയ്ത് ഓവർ കണ്ടീഷൻ ചെയ്ത് ഓവർ റൂൾസ് റെഗുലേഷൻസ് സ്ട്രിക്ട്നെസ്സും ഒക്കെ കൊണ്ടുവരുന്ന കുട്ടികളിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരൻറ്റിങ്ങിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അമിതമായി നമുക്ക് കൺട്രോൾ ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്താൻ സാധിക്കും. താൽക്കാലികമായിട്ട് അതിന് വലിയ ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടെന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തരം കുട്ടികൾ വളരെ സാഡിസ്റ്റൊക്കെ ആയി പോകാനും ടോക്സിക്കായി മാറാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. കുട്ടികളിൽ ഇത്തരം കാര്യങ്ങളെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം അവരിൽ എമ്പതിയാണ്. അപ്പോൾ എമ്പതി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? എമ്പതി ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അവരോട് നമ്മൾ വളരെ എമ്പതറ്റിക്കലായിട്ട് പെരുമാറുമ്പോൾ, വളരെ അവരെ മനസ്സിലാക്കി ഇടപെടുമ്പോൾ, അവരെ അംഗീകരിക്കുമ്പോൾ, അവർക്ക് വാല്യൂ കൊടുക്കുമ്പോൾ, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും അതേ രീതിയിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എത്ര കണ്ട് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികളാണെങ്കിലും നമ്മൾ ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു 50% എങ്കിലും അവരതിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് മനുഷ്യൻ്റെ ഒരു വലിയ ഗുണമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നല്ല കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരിൽ നിന്ന് ഇങ്ങോട്ട് നല്ല എമ്പതി ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടാകണം. അപ്പോൾ അവരുടെ ഓരോ കാര്യങ്ങളെയും നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കുന്നു, അവരെ നമുക്ക് വേണം, അവർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ഫീലിങ്സൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ തോന്നുമ്പോൾ അവരും പതുക്കെ നമ്മളോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ മോശപ്പെട്ട ഒരു ഇത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും പോകാനുള്ള സാധ്യതകളില്ല. അതുപോലെ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ റെസ്പോൺസിബിളാക്കുക, അവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുടെ കോൺസിക്വൻസസ് അവർ തന്നെ നേരിടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിച്ചു കൊടുക്കുക. അവരുണ്ടാക്കുന്ന കെയോസിനെയോ അവരുണ്ടാക്കുന്ന പ്രോബ്ലത്തെയോ അവരുണ്ടാക്കുന്ന നെഗറ്റിവിറ്റിയോ ഒന്നും നമ്മളായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാതെ അവരെ കൊണ്ട് തന്നെ അതിൻ്റെ കോൺസിക്വൻസസൊക്കെ പതുക്കെ എടുപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ അവരെ റെസ്പോൺസിബിൾ ആക്കണം. നമ്മളെന്ത് ആക്ഷൻ ചെയ്താലും അതിനൊരു റിയാക്ഷൻ ഉണ്ടെന്നും അതിൻ്റെ ആ റിയാക്ഷനെ നമ്മൾ ഫേസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നും ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. അതെല്ലാം കുട്ടികൾ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, സ്കൂളിൽ എന്തെങ്കിലും മോശം കാര്യം ചെയ്യുന്നു, വീട്ടിൽ എന്തെങ്കിലും മോശം കാര്യം ചെയ്യുന്നു, നെയ്ബർഹുഡിൽ ചെയ്യുന്നു, അവിടെയെല്ലാം പോയിട്ട് അവരുടെ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം പേരൻ്റ് ഏറ്റെടുത്ത് സോൾവ് ചെയ്ത് കൊടുക്കരുത്. അത്തരം കുട്ടികളാണ് പിന്നീട് വളരെ ഇറസ്പോൺസിബിളായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ചെറിയ പ്രായം മുതലേ കുട്ടികളിൽ ഹെൽത്തി റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും മാളിലേക്കല്ല പോകേണ്ടത്, മനുഷ്യരുടെ ഇടയിലേക്ക് പോവുക. പെറ്റ്സ്, പ്രകൃതി, സമൂഹം, അങ്ങനെയുള്ള നല്ല ഒരു ഹെൽത്തി ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത്തരം കുട്ടികളൊക്കെ ഇങ്ങനെ ഒരഞ്ഞ് രാഗി നല്ല സ്മൂത്ത് കുഞ്ഞുങ്ങളായിട്ട് വരും. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് കൊടുക്കുക. എത്ര ടോക്സിക് നേച്ചർ കുട്ടികളിലുണ്ടെങ്കിലും നല്ല ഒരു എൻവയോൺമെൻറ്റിലൊക്കെ റിലേഷൻഷിപ്പിലൊക്കെ ധാരാളം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള ഒരു പോളിഷ്ഡ് സ്റ്റേറ്റ് അവർക്ക് കിട്ടും എന്നുള്ളതാണ് പ്രധാനമായൊരു കാര്യം. അതുപോലെ നമ്മൾ നല്ല ബിഹേവിയർ മോഡൽ ചെയ്യുക, അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇന്ന് കുട്ടികളെ സംബന്ധിച്ച് കണ്ടു വളരാനൊന്നുമില്ല. എല്ലാവരും അവരെ മുമ്പിലിരുത്തി അങ്ങ് പ്രഭാഷണവും അവരെ മുമ്പിലിരുത്തി അങ്ങ് ഭയങ്കര ഉപദേശമൊക്കെയാണ്. പക്ഷേ നമ്മൾ
അവരോട് റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഇടപെടുമ്പോൾ അവരും റെസ്പെക്റ്റ് എന്താണെന്ന് പഠിക്കുന്നു. അപ്പോൾ റെസ്പെക്റ്റ് എന്താണെന്ന് അവർ പഠിക്കുന്നത് അവരോടുള്ള ഇടപെടലുകളിൽ നിന്നാണ്, അല്ല ഉപദേശങ്ങളിൽ നിന്നല്ല. അതുപോലെ തന്നെ നമ്മൾക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യണം. ഇത്തരം ആൾക്കാരുടെ വലിയൊരു കുഴപ്പം അവരവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കുന്നുമില്ല, അഡ്മിറ്റ് ചെയ്യുന്നുമില്ല. അപ്പോൾ നമ്മൾ ചെറിയ പ്രായം മുതലേ മിസ്റ്റേക്കൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കി ഇതൊരു വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള നോബിളായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്, എനിക്കും അതൊക്കെ ഉണ്ടെങ്കിലേ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ കുട്ടികൾ ചെറിയ പ്രായത്തിലേ മനസ്സിലാക്കും. അതുപോലെ you have to show kindness, you have to be honest, you have to self control yourself. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളിലും ഇത്തരം ഈ മുതിർന്നവരുടെ ജീവിതത്തിലെ സങ്കീർണമായ സാഹചര്യങ്ങളെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അവിടെയൊക്കെ അവർ മോഡൽ ചെയ്ത ബിഹേവിയർ എന്താണ്, അവിടെ എങ്ങനെയാണ് ആ സാഹചര്യങ്ങളിലൊക്കെ അവർ വളരെ പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തത്, ഇതൊക്കെ കണ്ടു വളരാൻ സാഹചര്യങ്ങളുള്ള കുട്ടികൾ ഒരുപാട് റിഫോംഡ് ആകുകയും അതിന് അവസരങ്ങളില്ലാത്ത കുട്ടികൾ ഇതിൽ നിന്നൊക്കെ പലതും നെഗറ്റീവായിട്ടുള്ളത് പിക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഇത്തരം കാര്യങ്ങളെ റിവേഴ്സ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാത്തതിൻ്റെ ഒരു കാര്യം. എത്ര മോശപ്പെട്ട ഒരു ജെനറ്റിക്സ് ഉണ്ടെങ്കിലും നല്ലൊരു എൻവയോൺമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റും. അതുപോലെ ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ വരുമ്പോൾ, വഴക്കും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരതിനെ കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് അതിനോട് അവർ പ്രതികരിച്ചത്, ഇതൊക്കെ കുട്ടികൾ കണ്ടു വളരുകയാണ്. കുട്ടികൾക്കും അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളും മറ്റും വരുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് അഡ്വൈസാണ് കൊടുത്തത്, മറ്റുള്ളവരെ മനസ്സിലാക്കി അവരുടെ ഭാഗവും കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറാനാണോ നമ്മൾ ഉപദേശിച്ചത്, അതോ നമ്മുടെ ഭാഗം മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള റിയാക്ഷൻ കൊടുക്കാനാണോ ഉപദേശിച്ചത്, അല്ലെ അവർക്ക് പറഞ്ഞു കൊടുത്തത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ കുട്ടികൾക്ക് അവരുടെ ഇമോഷണൽ അവെയർനെസ്, അവരുടെ വൈകാരിക തലങ്ങൾ, ഇപ്പോൾ കരയേണ്ടടുത്ത് കരയാനും ചിരിക്കേണ്ടടുത്ത് ചിരിക്കാനും, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുക. ചില കുട്ടികളിലൊക്കെ വലിയ ജലസിയും ചില കുട്ടികൾക്കൊക്കെ ഭയങ്കരമായ പിന്നെ മറ്റുള്ളവരോട് പകയും ഒക്കെ ചെറിയ പ്രായത്തിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്, പഠിക്കാത്ത കുട്ടിയാണ്, ഈ രണ്ട് കാറ്റഗറിയിലല്ല നമ്മൾ കുട്ടികളെ കാണേണ്ടത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് ബിഹേവിയേഴ്സൊക്കെ കുട്ടികളിലുണ്ടെങ്കിൽ തോക്കാൻ മടി, പിന്നെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിലൊക്കെ സന്തോഷം കണ്ടെത്തുക, മറ്റുള്ളവരെ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും അതിൽ നിന്ന് അവരെ റെക്ടിഫൈ ചെയ്ത് കയറി വരാനും സഹായിക്കണം. അതുപോലെ എക്സസീവായിട്ടുള്ള ഹ്യൂമിലിയേഷനും ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസവും ഒക്കെ കേട്ട് വളരുന്ന കുട്ടികൾ വളരെ നെഗറ്റീവായി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ചില പേരൻസ് വളരെ നല്ലവരെന്നാണ് ഇത്തരം പേരൻസിനെ പറ്റിയൊക്കെ പറയുന്നത്, നല്ല മനുഷ്യനാണെന്നൊക്കെ പറയും. പക്ഷേ ഇവരുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഒരു വളരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നവരും വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുന്നവരും ഒക്കെയാണ്. ഇവരെ ഈ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത്, ഒരു പുറമേ കണ്ടു കഴിഞ്ഞാൽ മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല. ഈ മദ്യപിക്കലും സിഗരറ്റ് വലിക്കലും മാത്രമൊന്നും അല്ല, ഇതുപോലുള്ള വലിയ ടോക്സിക് നേച്ചറുകൾ ഇങ്ങനെ രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ കിട്ടുന്ന സമയത്തൊക്കെ മറ്റുള്ളവരെ ആക്ഷേപിക്കുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കണ്ട് കേട്ട് വളരുന്ന, അനുഭവിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ കുട്ടികളെ അക്കൗണ്ടബിലിറ്റി പഠിപ്പിക്കുക, എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ടെന്നുള്ള കാര്യങ്ങൾ അവരെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുക. നല്ല സെക്യൂർഡായിട്ടുള്ള ലവിങ് ആയിട്ടുള്ള പിന്നെ കൈൻഡായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അവർക്ക് ചുറ്റുമുള്ളവർ ശ്രമിക്കുക. അങ്ങനെയാണ് ഏത് പ്രയാസമുള്ള കുട്ടികളെ നമുക്ക് റീഫോം ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ അവരുടെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഒക്കെ ശ്രദ്ധിക്കുക, അവരുടെ കൂട്ടുകെട്ട്, മറ്റെന്തെങ്കിലും ചീത്ത സ്വഭാവത്തിലൊക്കെ അവർ ചെന്ന് വീഴുന്നുണ്ടോ, എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർ ഇൻവോൾവ് ആകുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെയും കുട്ടികൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വരാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. പിന്നെ നല്ലൊരു പേരൻ്റ്, ഒരാളെങ്കിലും നല്ലൊരു സ്റ്റേബിൾ പേരൻ്റ് ആണെങ്കിൽ കുട്ടികളെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ രണ്ട് പേരൻറ്റും ഈക്വലി ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ കോമ്പീറ്റൻ്റ് ആകാൻ ചാൻസ് ഇല്ല. കാരണം ഇത്തരം കുട്ടികളുള്ള വീടുകളിൽ ഒരു പേരൻറ്റിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുള്ളപ്പോഴും ഒരു പേരൻ്റ് അൺകണ്ടീഷണലായിട്ട് അവരെ സ്നേഹിക്കുകയും അവർക്ക് വാല്യൂ കൊടുക്കുക, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന, അവർക്കൊരു സേഫ് ആൻഡ് പോസിറ്റീവ് എൻവയോൺമെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പേരൻറ്റ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു പേരൻറ്റ് മറ്റേ പേരൻറ്റിൽ നിന്ന്
പിന്നെ ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളെങ്കിലും സേഫ് ആയിരിക്കും. ഇല്ലെങ്കിൽ വീണ്ടും ഇത് അടുത്ത തലമുറയിലേക്ക് വരികയും കൂടുതൽ ആൾക്കാരിൽ ഇതിൻ്റെ ദുരന്തങ്ങൾ നാളെ കാണുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. നമുക്ക് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റും. അതിന് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ധാരാളമായിട്ട് പേരൻറ്റിങ് ഗൈഡൻസും പേരൻറ്റിങ് ട്രെയിനിങ്ങും പേരൻറ്റിങ് കൗൺസിലിങ്ങും ഒക്കെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓരോ പേരൻറ്റും കോൺഫിഡൻ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അല്ലാതെ ഇപ്പം മതങ്ങളൊക്കെ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റില്ല. പൊതുസമൂഹത്തിലുള്ള സാംസ്കാരിക പിന്നെ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഏതൊക്കെ നിലയിൽ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ കൂട്ടാം, അതെല്ലാം കൂട്ടിക്കൊണ്ടുവരിക. ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു സമൂഹത്തിന് ഒരു ഭാവിയില്ല. അച്ചടക്കമില്ലാത്തൊരു സമൂഹത്തിന് ഒരു ഭാവിയില്ല. അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതിൻ്റെ സാന്ദ്രത കൂട്ടിക്കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ കൂടുതൽ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും സന്തോഷം നേരുന്നു. അത് നല്ലതെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാപ്പി ലിവിങ്.